السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. إن الذين كفروا وماتوا وهم كفار فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به أولئك لهم عذاب أليم وما لهم من ناصرين. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. സൂറ ആൽ ഇംറാൻ 89 വരെ പഠിച്ചു കഴിഞ്ഞതാണ്. 90, 91, 92 ആയത്തുകളാണ് ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാം മറന്നുപോയോ? നോമ്പ് കുറെയൊക്കെ മറന്നുപോയ പോലെ ഉണ്ട്. അതെ അതൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടാവും. ഏതായാലും അള്ളാഹു നമ്മുടെ റമദാനിലെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. നോമ്പ്, രാത്രി നിസ്കാരങ്ങൾ, ദിക്ർ, ദുആകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അല്ലേ? ഖുർആനൊക്കെ നന്നായി പാരായണം ചെയ്ത് എത്ര പ്രാവശ്യം ഖത്തം തീർത്തു? 1. അന്നെ 2 ആളാണ്. ഇങ്ങനെ കാണിക്കണ എന്താ? മറ്റേ അറബ് വസന്തത്തിന്റെ വിജയം പോലെ. മാഷാ അല്ലാഹ്. എല്ലാവർക്കും കൂടി വേണ്ടി പോലെ ഓതിയും തോന്നുന്നു. കാരണം വേറെ ആരും ഉണ്ടല്ല. നിങ്ങൾ തന്നെ ഓതിയിട്ടുള്ളൂ 4. 1, 2. നിങ്ങൾ മുമ്പേ ഓതുന്ന ഖുർആൻ ക്ലാസ് കൊണ്ട് പ്രത്യേകിച്ച് പോകണമെന്നും ഉണ്ടായിട്ടല്ല. ഞാൻ മുമ്പേ ഓതലാണ്. മാഷാ അല്ലാഹ്. അപ്പൊ ഒരു പോരായാണല്ലോ നമ്മളൊക്കെ ഖുർആന്റെ ആൾക്കാരായിട്ട്. എന്ത് പറ്റി? ഓത്ത് വളരെ ആണുങ്ങൾ പിന്നെ പരിപാടി തന്നെയല്ലാന്ന് തോന്നുന്നു. അല്ല, പറഞ്ഞ് നടക്കണ്ട, ചോദിച്ചാ പറയാലോ. അതെ, നോമ്പ് വേഗം തീർന്നതാണ്. പോരാ ഒന്നും കൂടി. ഇത്രയും നേരം പറഞ്ഞൊക്കെ ഇത് കട്ട് ചെയ്യണേ, റെക്കോർഡ് ചെയ്ത്. നാട്ടുകാരെ മൊത്തം കേൾക്കും. അല്ല, നിങ്ങൾ ഓതുന്നില്ല എന്നുള്ളത്.
അതിനൊന്നും കുഴപ്പമില്ല. ശരി, അത് ഖുറാനിലും അങ്ങനെ തന്നെ അല്ലേ? ഖുറാന്റെ പുറത്ത് ട്രംപും നെതന്യാഹുവും മോഡിയും ഒക്കെ ആണ്. ഖുറാന്റെ അകത്ത് ഹാമാനും ഫിറോനും നമ്രൂദും കാറൂനും ഒക്കെ ആണ്. അത് പുറത്തു ഒക്കെ ഉണ്ട്. അത് എല്ലാ കാലത്തുള്ള സംഗതിയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വിട്ട് ആചാര്യൊന്നും പറയാതെ വിശുദ്ധമായി അങ്ങനൊന്നും ആവണമെന്നില്ല. അങ്ങനതെല്ലാം വിട്ട് വിശുദ്ധമായിട്ട് ഖുറാൻ എടുത്ത് നോക്കിയാലേ ഇതിൻ്റെ അകത്ത് ഈ ഫാസിസ്റ്റുകളുടെ പേരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അത് കുഴപ്പമില്ല. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഈ 89 ആയത്തുകളുടെയും അർത്ഥവും വ്യാഖ്യാനവും അതിന്റെ വിശദീകരണവും ഒക്കെ നിങ്ങളെ മനസ്സിലിങ്ങനെ നിറഞ്ഞ് അതിങ്ങനെ പൂർണ്ണമായ ഓർമ്മയിൽ ഒക്കെ ഉണ്ടായി. ഇനി ബാക്കി ഒരു 90ാമത്തത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നുള്ള നിലക്ക് നിൽക്കുകയാണെന്നൊന്നും എനിക്ക് വിചാരില്ല. സംഗതി അങ്ങനെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലൊന്നും അല്ല ഞാനുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് അതാത് സമയത്ത് അത് ഓർമ്മയിൽ വരികയും വേണം. എന്തായാലും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പിന്നീട് പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്കൊഴികെ അപ്പോൾ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. അപ്പോൾ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതാണ്. ഉറപ്പായും അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമാണ്. അവരെന്നെന്നും അതിലായിരിക്കും. ശിക്ഷയിൽ അവർക്കൊരു ഇളവും ഇല്ല. ശിക്ഷ നടപ്പാക്കുന്നതിൽ ഒട്ടും അവധി കിട്ടുകയും ഇല്ല. ഇല്ലല്ലദീന താബൂ, എന്നാൽ പിന്നീട് പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്കൊഴികെ അപ്പോൾ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. ഇത്രയും പറഞ്ഞതിന്റെ ശേഷം പറയാണ്, ഇന്നല്ലദീന കഫറൂ, ഇന്ന തീർച്ചയായും, അല്ലദീന ഒരു കൂട്ടർ, കഫറൂ നിഷേധിച്ചവർ, കഫറ നിഷേധിച്ചു, കാഫിർ നിഷേധിക്കുന്നവൻ, കുഫർ നിഷേധം. നിങ്ങൾക്കും പറയാം, ഞാൻ മാത്രമല്ല നിങ്ങൾക്കും പറയാം. കഫറ എന്ന് പറഞ്ഞാല് നിഷേധിച്ചു, കുഫർ എന്ന് പറഞ്ഞാൽ നിഷേധം, കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു. ബഅദ എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം. ബഅദ. ഖബ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ്. ഖബ്ല എന്ന് പറഞ്ഞാൽ മുമ്പ്. ഫൗഖ എന്ന് പറഞ്ഞാൽ മുകളിൽ. തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ. ഓക്കെ. പിന്നെ ഈമാനിഹിം, ഈമാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഈമാൻ തന്നെ അല്ലേ? ഹും എന്ന് പറഞ്ഞാൽ അവർ, ഈമാനിഹിം അവരുടെ വിശ്വാസം. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട്. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ്. ഇസ്ദാദൂ കുഫ്റ, നിഷേധം വർദ്ധിക്കുകയും ചെയ്തവർ. ലൻ തുഖ്ബൽ, ഖബൂൽ ചെയ്യുകയില്ല, ഖബൂൽ ചെയ്യപ്പെടുകയില്ല. തുഖ്ബൽ, ലൻ തുഖ്ബൽ, ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. തൗബത്തുഹും, അവരുടെ തൗബ. വഉലൈക, അവർ തന്നെയാണ് ഹുമുദ്ദാല്ലൂൻ, പിഴച്ചവർ. ആ വാല് എന്ന് ഓതുമ്പോ നമ്മള് ദീർഘമായി ഓതണം. നമ്മൾ മുമ്പ് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോ തന്നെ പഠിച്ചതാണ്. അപ്പോ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സത്യനിഷേധികളായി മാറുകയും പിന്നീട് സത്യനിഷേധം വർദ്ധിക്കുകയും ചെയ്തവരുടെ പശ്ചാത്താപം അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. അവർ തന്നെയാണ് വഴിപിഴച്ചവർ, ദുർമാർഗികൾ എന്നാണ്.
ഈ ആയത്തിറങ്ങുമ്പോൾ യഹൂദികളായിട്ടുള്ള ആളുകൾ, ജൂതന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ട് അവിടെ. അവരുടെ ഇതിന്റെ പ്രഥമ സംബോധിതർ ആരാണെന്ന് ചോദിച്ചാൽ യഹൂദികളാണ്. അവര് ഈസാ അലൈഹിസ്സലാമിനെ നിഷേധിച്ചു. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിഷേധിച്ചു. ആദ്യം അവര് തൗറാത്തിൽ വിശ്വസിച്ചു, പിന്നെയാണ് അവര് നിഷേധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിശ്വസിച്ച ശേഷം വീണ്ടും നിഷേധിക്കുകയും നബി വന്നപ്പോ ആ നിഷേധം വീണ്ടും അധികരിപ്പിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു പ്രഥമ അഭിസംബോധിതർ അവരാണ്. അതേസമയം ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ കാലത്തേക്കുമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് വിശ്വസിക്കുകയും പിന്നീട് എന്തെങ്കിലുമൊക്കെ താല്പര്യം കാരണമായി അതിനെ നിഷേധിക്കുകയും ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. പിന്നീട് ആ നിഷേധത്തിൽ അവർ മുന്നോട്ട് പോയി, ഒടുവിൽ അവർ പശ്ചാത്തപിച്ചു. ആ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിക്കൂല എന്നാണ്. നമ്മൾക്ക് ഇടയിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ചില ആൾക്കാര് അവര് തൗബ ചെയ്യും. എപ്പാ തൗബ ചെയ്യാം? ഒടുവിൽ തൗബ ചെയ്യും. ഒടുവിൽ തൗബ ചെയ്യാന്ന് പറഞ്ഞാല് ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ, ജീവിത സായാഹ്നത്തിൽ, ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോ ഫിറോന് അതിന്റെ അങ്ങേയറ്റായിരുന്നു ഒരു തൗബ. അത്രയും കാലം എവിടെയായിരുന്നു നിങ്ങള് എന്ന് ചോദിച്ചാൽ അവർ നിഷേധത്തിൽ കഴിയുകയായിരുന്നു. ചില ആളുകൾ വിചാരിക്കുന്നത് റമദാൻ മാസം കൊണ്ട് എല്ലാം പൊറുക്കപ്പെടുമല്ലോ, അപ്പോ ഒരു മാസക്കാലം തൗബയും ഇസ്തിഗ്ഫാറും ദുആകളും ഒക്കെ ആയിരിക്കും. പിന്നെ ശവ്വാലായി കഴിഞ്ഞാല് പിന്നെ വേറെ വയ്ക്കാണ്. പിന്നെ അടുത്ത റമദാനിൽ എന്താവും? സജീവമാവും. അപ്പൊ അത്രയും കാലത്ത് അത് മാഞ്ഞല്ലോ. വേറെ ചില ആൾക്കാര് ഇടക്കിടക്ക് ഹജ്ജിന് പോകും. ഒരു ഹജ്ജോട് കൂടിയിട്ട് എന്താവും? അതുവരെ ഉള്ളതൊക്കെ ക്ലിയർ ആയി. ഇനി അടുത്ത ഹജ്ജിനുള്ളത് വരെ നോക്കിയാൽ മതിയല്ലോ. ഇതൊന്നും വെറുതെ നമ്മുടെ സങ്കല്പം പറയല്ല, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ട്. കള്ളക്കണക്കുകളിലൂടെയും കള്ളക്കടത്തുകളിലൂടെയും കരിഞ്ചന്തയിലൂടെയും ഒക്കെ ധാരാളം സമ്പാദിച്ചിട്ട് കുറെ അങ്ങ് സദഖ ചെയ്യും. അപ്പൊ അതിലൂടെ ബാക്കിയൊക്കെ മാഞ്ഞു പോകുമെന്നാണ് അവർ കരുതുക. ഇനിയും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഹജ്ജിന് തന്നെ പോവില്ല, അവസാനം പോവാൻ വിചാരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കുറച്ചുകൂടിയൊക്കെ ചെയ്യട്ടെ എന്നാണ്. ചില മാഷുമാര് ബോർഡ് മയക്കിയപ്പോഴാണ് എല്ലാം എഴുതി അവസാനം ഒരു ഗ്യാപ്പുണ്ട്, അവിടെ എഴുതിയതിന് ശേഷം മയക്കുള്ളൂ. കാരണം ഒറ്റ മയക്കലും വെച്ചാൽ മതിയല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയക്കണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരാണ്. ഇന്നഹു കാന തവ്വാബ, അള്ളാഹു ഏറ്റവും കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹ് തന്നെ പറയാണ്. ഇത്തരം ആളുകളിൽ നിന്ന് അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. അൽ-ഫാത്തിഹ, അൽ-ബഖറ, ആലു ഇംറാൻ, 4-ാമത്തെ അധ്യായം ഏതാണ്? ലാ ഹൗല വലാ ഖുവത. ഞാൻ അതുകൊണ്ടാ പറഞ്ഞ നിങ്ങൾ ഖുർആൻ ഓതണില്ല. ഉറപ്പിച്ചോ? അപ്പൊ അതിൽ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. അറിയുക, അറിവില്ലായ്മ കാരണം തെറ്റു ചെയ്യുകയും
ഒട്ടും വൈകാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് പശ്ചാത്താപം. തൗബ ആർക്കുള്ളതാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിനെ തന്നെ വിശദീകരിക്കും. ഒരു ഭാഗത്തുള്ളതിന് വേറൊരു ഭാഗത്ത് വിശദീകരണം പറയും. അപ്പൊ ഈ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആലു ഇമ്രാനിൽ പറഞ്ഞു ഇന്ന കൂട്ടർക്ക് തൗബല്ല, ഓലെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ എങ്ങനെയാ പിന്നെ തൗബ ചെയ്യേണ്ടത്? അതാണ് സൂറത്തുൻ നിസായില് ഈ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള തൗബ ആരുടേതാണ്? ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب. അറിയുക, അറിവില്ലായ്മ കാരണം തെറ്റു ചെയ്യുകയും ഒട്ടും വൈകാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് തൗബ. فأولئك يتوب الله عليهم وكان الله عليما حكيما. അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. അപ്പൊ തൗബ അടുത്ത റമദാനിലേക്ക് വെക്കേണ്ടതല്ല, ഹജ്ജിന് എന്നോ പോകും അന്നത്തേക്ക് വെക്കേണ്ടതും അല്ല. തൗബ സമ്മേളനം വരാനുണ്ട്, അപ്പൊ ഒരു തൗബ ചെയ്യാന്നുള്ളതും അല്ല. തൗബ ആരെങ്കിലും ചൊല്ലിത്തരേണ്ടതും അല്ല. നമ്മൾക്ക് ഒരു സംഭവത്തിൽ ഒരു തകരാറ് പറ്റി, ഒരു പാളിച്ച പറ്റി എന്ന് വന്നാൽ അത് മനസ്സിലായാൽ ഉടനെ തന്നെ ചെയ്യേണ്ടതാണ് തൗബ. പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ തൗബ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇപ്പൊ തന്നെ, ക്ലാസ്സിന് പോണതിന് മുമ്പ് തന്നെ തൗബ ചെയ്യുക. മനസ്സിലായി? തെറ്റാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു മനസ്സിലായാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം? തൗബ ചെയ്യാം. ഇനി അള്ളാഹു പറയാണ്, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആന വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും മരണമെടുക്കുമ്പോൾ ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല തൗബ. അതിന് തൊട്ടടുത്തായത്ത് 18-ാമത്തെ, സത്യനിഷേധികളായി മരണമടയുന്നവർക്കുള്ളതും അല്ല. അവർക്ക് നാം ഒരുക്കി വെച്ചത് വേദനയേറിയ ശിക്ഷയാണ്. അപ്പൊ മരിക്കണ വരെ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുക, തോന്നിവാസങ്ങളിൽ ഏർപ്പെടുക, വഞ്ചനകളിൽ ഏർപ്പെടുക, അങ്ങനെ മോശപ്പെട്ട വഴിയിലൂടെ ഇങ്ങനെ പോയിട്ട് അവസാനം അതാ വരുന്ന ആര്? മരണം വരുന്നു. മലക്കുൽ മൗത്തിന്റെ വരവ് കണ്ടതോട് കൂടിയിട്ട് പടച്ചോനെ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ളവർക്കുള്ളതല്ല തൗബ. മനസ്സിലായോ? തൗബ ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചാൽ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്ന ആളുകൾ, അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. അവർക്ക് അള്ളാഹു വലിയ വിജയം നൽകുകയും ചെയ്യും എന്നാണ്. അപ്പൊ തൗബയുടെ കാര്യത്തിൽ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. വളരെ ക്ലിയർ ആണ്, കൃത്യമാണ്. ആലു ഇമ്രാൻ 90-ലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ അതിന്റെ ഇടക്ക് നോക്കിയ സൂറത്ത് ഏതിന്? സൂറത്തുൻ നിസാ 17-18. ഓക്കെ. ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം സുമ്മ ഇസ്ദാദൂ കുഫറ ലൻ തുഖ്ബല തൗബതുഹും വഉലൈക ഹുമുൽ ളാല്ലൂൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിനുശേഷം സത്യനിഷേധികളായി മാറുകയും പിന്നീട് സത്യനിഷേധം വർദ്ധിക്കുകയും ചെയ്തവരുടെ പശ്ചാത്താപം അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല. അവർ തന്നെയാണ് ദുർമാർഗികൾ. ശരിക്കും പറഞ്ഞാൽ ഈ അവരിൽ പലർക്കും പശ്ചാത്തപിക്കാൻ തന്നെ തോന്നൂല.
ഇല്ല, ഒലിക്ക് തോന്നൂല, ഒരു ദുർമാർഗത്തിലായിരിക്കും. മരിക്കാൻ നേരത്തെ ഒലിക്ക് തോന്നണ്ടേ? തോന്നിയാലല്ലേ ഓരോരുത്തരുടെയും ചിന്ത അതിനനുസരിച്ചാ പിന്നെ സെറ്റാവുക. അങ്ങനെ നന്നാവില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എപ്പോ? ഏറ്റവും ഒടുവിൽ ജീവിതത്തിന്റെ അവസാനം വരെ സത്യനിഷേധത്തിൽ തന്നെ തുടർന്ന് മരണത്തെ മുന്നിൽ കാണുമ്പോൾ തൗബ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല. നേരത്തെ വായിച്ചില്ലേ സൂറത്തുൻ നിസായിൽ? അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ്. അതേ സമയത്ത് ഏത് കുറ്റവും ഏത് തെറ്റും അള്ളാഹു പൊറുക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഒരാൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ തന്നെ തൗബ ചെയ്യണം, തിരുത്തണം, പിന്നെ മാറരുത്. പക്ഷെ നമുക്കൊക്കെ തടസ്സം എന്താന്ന് വെച്ചാൽ പലജാതി തടസ്സങ്ങളുമാണ്. ഞാനിപ്പോ ഈ അബൂ താലിബ് പറഞ്ഞല്ലോ, നിങ്ങൾ മാറി 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 എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് തന്നെ ഞാനിപ്പോ ഇത്രയും കാലം വരെ നേതാവൊക്കെ ആയി, കുറേശികളുടെ കാര്യപ്പെട്ട ആളൊക്കെ ആയി ഇങ്ങനെ ജീവിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് ഞാനിത് വേണ്ടാന്ന് വെച്ചാല് അതൊരു മോശമല്ലേ? ഓലെന്ത് വിചാരിക്കും എന്നുള്ളതാണ്. ഇത്രയും കാലം ഞാൻ കുറേശ്ശിയുള്ള നേതാവായി നടന്നിട്ട് അവസാനം വെച്ചിട്ട് ഞാനിപ്പോ ലൈന് മാറിയാല് അവരെന്താ അവര് വിചാരിക്കണ്ട, മതി, സംഗതി തീരുമാനമായി. അപ്പോ എപ്പോഴാണോ ഞാൻ പോയ ലൈൻ ക്ലിയർ ആയിരുന്നില്ല, ഇതല്ലായിരുന്നു ഞാൻ ശരിക്കും തന്നെ പോകേണ്ട ലൈൻ എന്ന് ഒരാൾക്ക് തോന്നിയാല് ഉടനെ എന്ത് ചെയ്യണം? അങ്ങനെ മാറൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, വളരെ വളരെ പ്രയാസകരമാണ്. ഒരു സംഗതിയിൽ നിന്നും കൊണ്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്നിടത്തു നിന്ന് മാറിക്കിടക്കൽ തന്നെ ഏറെ ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അന്ന് ഉറങ്ങണ്ടെന്ന് വെച്ചാലും വേണ്ടിയില്ല ആർക്കും. ചില ആൾക്കാർ അങ്ങനെ ശീലമുള്ളവർ കേട്ടോ, ഇന്ന് ഉറങ്ങിയില്ലെങ്കിലും വേണ്ടിയില്ല വിചാരിക്കും. കാരണം എന്താ? സാധാരണ കിടക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് മാറിക്കണം. സാധാരണ തലവെക്കുന്നിടത്ത് നിന്ന് തലാണെടുത്ത് ഇപ്പുറത്തിട്ട് തിരിഞ്ഞെടുക്കാൻ തന്നെ വലിയ പാടായിരിക്കും. അപ്പോ മാറ്റം എന്ന് പറയുന്നത് അത്രയും പ്രശ്നമുള്ള സംഗതിയാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചില സ്ഥലങ്ങളുണ്ടാവും, അവനാന്റെ പുരയിലുണ്ട് ചില സ്ഥലം. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ ചില സീറ്റ് ചില ആൾക്കാർക്ക് മാറി നോക്കിയാലുള്ള ഇറങ്ങാറുകൾ ആലോചിച്ചു അല്ലെ? അവിടെ നിന്ന് മാറിയിരുന്ന ഒരന്തം കിട്ടൂല അല്ലേ? ഇപ്പൊ തന്നെ ലേശം നേരം വീഴുന്നപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടില്ലാണ്. അല്ല, അതൊരു കുറ്റല്ല, അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പള്ളിയിൽ പോവാണെങ്കിൽ 20, 25, 30 മൂത്രപ്പുര ഉണ്ടെങ്കിൽ നമ്മൾ പോണ ഒരു സ്ഥലം ഉണ്ടാവും. അടുത്ത വക്തിന് പോകുമ്പോൾ നമ്മളെ അടുത്ത് തന്നെ പോവാം. നമ്മൾ പിന്നെ പോകുമ്പോൾ അവിടെ വേറെ ആരുണ്ടെങ്കിൽ നമുക്കതൊരു റാഹത്തായി കിട്ടൂല. പള്ളിയിൽ ചില ആൾക്കാർ അടുത്ത് വന്നാല് ചില തൂണും ചാരി ഇരിക്കണവര് അത്തൂണെങ്ങാനും പറിച്ചിട്ടറിഞ്ഞാൽ പിന്നെ പള്ളിയിലല്ല കയറാൻ കഴിയില്ല, പ്രശ്നമാണ്. അത് നമ്മളുടെ ഒരു രീതി അങ്ങനെയാണ്. ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം അല്ലേ? പക്ഷെ ആ പ്രയാസത്തെ മറികടക്കാൻ കഴിയുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മളെ ജീവിതത്തിലെ അല്ലറ ചില്ലറ സംഗതിയാണ്, പോട്ടെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. എവിടെ വേണേ ഇരിക്കുക, എവിടെ വേണേ. പക്ഷെ ഒരാൾ അയാളുടെ ജീവിത ശൈലി മാറ്റുന്നു, മനസ്സിലായോ? അയാള് മൊത്തം മാറുന്നു എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം. പക്ഷെ റമദാനിൽ നമ്മൾ തെളിയിച്ചു നമുക്ക് മാറാൻ കഴിയുന്നു. ഇടക്കിടക്ക് ചായ കുടിക്കേണ്ട ആൾക്കാരാണെങ്കിലും കുടിച്ചില്ല അല്ലേ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് കഴിയുന്നു നമ്മൾ തെളിയിക്കുകയായിരുന്നു. പകല് മുഴുവൻ പട്ടിണി കിടന്നിട്ട് രാത്രി പോയിട്ട് കിടന്നുറങ്ങുന്നതിന് പകരം നമ്മൾ നിസ്കരിച്ചു. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിച്ചതാണ്. പറ്റും, നമുക്ക് സാധ്യമാണ് എന്ന് പഠിപ്പിച്ചതാണ്. മാറ്റം സാധ്യമാണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു ദീനിൽ ഉണ്ടാക്കി വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നോമ്പ്. ഹജ്ജും അങ്ങനെ തന്നെ. ഹജ്ജിന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പൊ ഹജ്ജിന് പോവാണ്, ഹജ്ജിന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു മിന, എന്തിനങ്ങനെ ഒരു അറപ്പ, അങ്ങനെ വട്ടം ചുറ്റുന്നു, നീളത്ത് പോയിരുന്നു. നമ്മളെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മളെ മൊത്തത്തിൽ തന്നെയും ചിലത് പഠിപ്പിക്കുകയാണ്, ഇന്നതിങ്ങൾ. അപ്പോൾ ഈ മാറ്റം നമുക്ക് സാധ്യമാണ്
എന്ന് പഠിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ ശൈലികളിൽ, നമ്മുടെ പ്രവർത്തന രീതികളിലൊക്കെ ഇതുവരെ നമ്മൾ എന്താണോ പരിചയിച്ചു പോകുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ട് അടുത്തതിലേക്ക് പ്രവേശിക്കുക. ശിർക്ക് ചെയ്തുകൊണ്ടിരുന്ന, വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്ന, മക്കയിൽ കഅബയുടെ ചുറ്റും നടന്ന് പല ജാതി ദുരാചാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ചെയ്യാണ്? മാറുകയാണ് ചെയ്തത്. നമ്മളെ മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഇതാദ്യം തന്നെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിച്ച് നമ്മൾ മാറൂല, ഞാൻ ഇങ്ങനെയാണ് എന്ന് തീരുമാനിച്ചു. അള്ളാഹ് ഖുർആനിൽ പഠിപ്പിച്ചു അങ്ങനല്ല. ജാലവിദ്യക്കാര്, ചെറുപ്പത്തിലെ വിഗ്രഹാരാധന നടത്തിയ ആൾക്കാര് ഫിറഔൻ വിളിച്ചപ്പോൾ വന്നു. എന്തിനാ വന്നത്? മൂസാ നബിനെ തോൽപ്പിക്കാനാണ്. പക്ഷേ അവര് മാറി. എപ്പം മാറി? അപ്പൊ തന്നെ മാറി. മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വന്ന ഉമർ റളിയല്ലാഹു മാറി. അപ്പൊ ചെറുപ്പകാലങ്ങളിലുള്ള ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. ചുട്ടയിലെ ശീലം ചുടല വരെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് വെച്ച് മാറ്റണം. ഇതാണ് പഠിപ്പിക്കുക. അങ്ങനെ മാറ്റാതെ ജീവിതത്തിൽ അലമ്പായിട്ട് നടന്ന് അവസാനം അയാളത് വരുന്ന ആര്? മലക്കുൽ മൗത്ത് വരുമ്പോ ഞാൻ മാറി, അസ്തഗ്ഫിറുല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൂടി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ കാര്യം. അല്ല, എന്നെ നോക്കിയിട്ട് കാര്യമില്ല, സംഗതിയിലുള്ളതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വേഗം മാറിക്കോളി. ഇനിയോ അതിന്റെ വിശദീകരണമാണ്. ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറുൻ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബ. ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണം. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവും. ഇന്നല്ലദീന കഫറൂ, നിശ്ചയമായും സത്യത്തെ നിഷേധിച്ച ആളുകൾ, വമാതു, അവർ മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചത്? വഹും കുഫാർ, അവർ നിഷേധികളായിരിക്കെയാണ് മരിച്ചത്. സത്യത്തെ നിഷേധിച്ചു. മരണം തൊണ്ടക്കുഴിയിൽ, ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോൾ പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ കൂട്ടര് അവിടെയും പശ്ചാത്തലിച്ചില്ല. അവരെന്ത് ചെയ്തു? മരിച്ചു. എങ്ങനെയാ മരിച്ചത്? വഹും കുഫാർ. അങ്ങനെയാണെങ്കിൽ ഫലൻ യുഖ്ബല, സ്വീകരിക്കപ്പെടുകയില്ല, മിൻ അഹദിഹിം, അവരിൽ ഒരാളിൽ നിന്നും സ്വീകരിക്കൂല. മിൽഉൽ അർള്, ഭൂമി നിറയെ. ഈ മിൽ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്കാണ്. വെരി ഗുഡ്. റബ്ബനാ വലക്കൽ ഹംദ് മിൽഅ അസ്സമാവാതി വമിൽഅൽ അർള് വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. എപ്പോഴാ പറയല്? സമ്പൂർണ്ണ മൗനം. ആരും ആദ്യമായിട്ട് കേൾക്കണമായി ഇത് എപ്പോഴാ പറയല്? അതെപ്പോഴാ പറയല് ഞാൻ ചോദിച്ചത്. ഇത്തിക്കാഫിലോ? എഴുത്തിതാണ്. കൊറേ കാര്യങ്ങൾ അറിയുന്നോണ്ട് ഏതാണെന്ന് ഒട്ടതകട് മനസ്സിലാവില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോ ആണ്. അതെ, അത് നീ ചോദിക്കണ ആളോട് പറയണം. നിങ്ങൾ കുറേശ്ശെ ബർസഖില് മലക്ക് വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക. നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ടി, പെട്ടെന്ന് ചോദിക്കല്ലേ. ഞങ്ങളിതെല്ലാം പഠിച്ചു വെച്ചാണ്. മിൽ എന്ന് പറഞ്ഞാൽ നിറയെ. അപ്പൊ റബ്ബന, ഞങ്ങളുടെ നാഥ, ലക്കൽ ഹംദ്, നിനക്കാണ് സ്തുതി, മിൽഅ സമാവാത്, ആകാശം നിറയെ നിനക്കാണ് സ്തുതി, വമിൽഅൽ അർള്, ഭൂമി നിറയെ നിനക്കാണ് സ്തുതി, വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ, അതിന് ശേഷം നീ എന്തെല്ലാം ഉദ്ദേശിക്കുന്നു അതൊക്കെ നിറച്ചു. കാരണം ആകാശം നിറച്ചു എന്ന് പറഞ്ഞിട്ടും മതിയാവണില്ല, ഭൂമി നിറച്ചു എന്ന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല, പിന്നെ ഈ എന്തെല്ലാം ഉദ്ദേശം അതൊക്കെ നിറച്ചു, നിനക്കാണ് സ്തുതി എന്ന് പറയുന്നു. പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അങ്ങനെ ആവണം. മിൽഉൽ അർള്, ഭൂമി നിറയെ, ദഹബ, സ്വർണം,
വലവിഫ്തദാ, പ്രായശ്ചിത്തം നൽകിയാലും. അപ്പോൾ ഒരു ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തം നൽകിയാലും ഒരാളിൽ നിന്നും അള്ളാഹു അത് സ്വീകരിക്കൂല ബിഹി. അതുകൊണ്ട് ഉലൈക ലഹും, അവർക്കുണ്ട് അദാബുൻ അലീം, നോവേറിയ ശിക്ഷയുണ്ട്. വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് സഹായികളായി ആരെയും കിട്ടുകയില്ല. അപ്പൊ ഇതെന്താ അള്ളാഹു പറഞ്ഞെന്ന് വെച്ചാൽ, പരലോകത്ത് ഇങ്ങനെ സ്വർണം ഒരു വാല്യുബിൾ സാധനമാണോ അല്ലേ എന്നുള്ള നിലക്കല്ല. ദുനിയാവിൽ മനുഷ്യന്മാര് ആദർശം വേണ്ടെന്ന് വെക്കുന്നതും ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാവാത്തതും ഒക്കെ പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? സമ്പത്താണ് പ്രശ്നം. സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴികളാണ് അവരുടെ മാർഗത്തിലുള്ള തടസ്സം. അങ്ങനെ നിങ്ങൾ വാരിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള മൊത്തം പൊന്ന് മാത്രമല്ല, ഭൂമി നിറച്ചും പൊന്ന് കൊടുത്താലും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ വലുതായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിനെ കണ്ടോളി എന്നുള്ളതാണ് ആ പറയുന്നത്. മനസ്സിലായോ? അപ്പോ സ്വർണം ഉണ്ടാക്കുന്നതിന് ഇസ്ലാം എതിരല്ല, കച്ചവടം ചെയ്യുന്നതിനെതിരല്ല, സമ്പന്നനാവുന്നതിനെതിരല്ല, ഒന്നും എതിരല്ല. അതൊക്കെ ആവാം. എന്നിട്ട് അതിനൊക്കെ വ്യവസ്ഥയും വെച്ചിട്ടുണ്ട്. ഈ സക്കാത്ത് എന്ന് പറഞ്ഞത് തന്നെ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പൈസക്കാരാവണം എന്നുള്ളവർക്കല്ലേ. പൈസ ഇല്ലാത്തവന് എന്ത് 2.5%, പൈസ ഇല്ലാത്തവന് എന്ത് 5%, 10% ഒക്കെ കൊടുക്കാൻ പറഞ്ഞത് ഉള്ളതിൻ്റെ അകത്തു നിന്നാണ്. അപ്പൊ ഉണ്ടാകുന്നതിന് ഇസ്ലാം എതിരാണ്, പിന്നെ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ പറയുമോ? അപ്പോൾ ഉണ്ടാവൽ തന്നെയാണ് നല്ലത്. പക്ഷെ ഉണ്ടാകുന്നതിന് ഹൈറൊന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം, ഇതൊക്കെ അള്ളാഹു തന്നത് തന്നെയാണ്, ഈ നിഅമത്തും ബർക്കത്തും സമ്പത്തും ഒക്കെ. പക്ഷെ ഇത് എന്തിനേക്കാൾ വലുതല്ല, അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എതിരോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമോ പകരമോ അല്ല. നിങ്ങൾക്ക് ചിലപ്പോ ദുനിയാവില് നിങ്ങൾ ചെയ്യുന്ന എല്ലാ വേണ്ടാധീനങ്ങളെയും ഈ പൈസ കൊണ്ട് മൂടാൻ പറ്റും. ദുനിയാവില് മൂടാൻ. നിങ്ങളുടെ സ്വഭാവം വളരെ മോശം ശേഷം നിങ്ങൾ ആൾക്കാരെ ചീത്ത പറയും. ഒരാളെ കിട്ടിയാൽ അയാളെ ഇട്ടിട്ട് ഇങ്ങനെ അലക്കും. എന്നാലും നിങ്ങളെ ആള് വരും, നിങ്ങൾ അയാൾക്ക് സംഭാവന കൊടുക്കെങ്കിൽ, നിങ്ങൾ സംഭാവന കൊടുക്കെങ്കിൽ ആ ചീത്താട്ടാനും വേണ്ടി ആളെടുത്ത് പോയിട്ട് ചില ആൾക്കാര് അവസരം മുതലാക്കി എന്ത് ചെയ്യുന്നറിയോ, പള്ളി കമ്മിറ്റിക്കാർ പെരുന്നാലേ ഇരിക്കാൻ പറയും. ഇരുന്നിട്ട് അങ്ങോട്ട് പറയും. പറഞ്ഞ് അവസാനം 2 ലക്ഷം ഉറുപ്പികയും കൊടുക്കും. അതുവരെ പറഞ്ഞത് മൊത്തം എന്തായി? ന്യായീകരിക്കപ്പെടും. ഒരു അഭിപ്രായം പറഞ്ഞല്ല, അതിനിപ്പോ എന്താ, ഇത് തരാത്തവൻ പറഞ്ഞു നോക്കണോ? അപ്പൊ ആണ് പോയ ആൾക്കാരെ സ്വഭാവം ശരിക്കറിയാം. ഓനങ്ങനെ എന്തിനാ അതിൽ ഇടപെടേണ്ട ആവശ്യം എന്നാൽ ചോദിക്കാം അല്ലേ? തിരിച്ചു നമ്മൾ ചോദിക്കും. ഒരാളൊരു അഭിപ്രായം പറഞ്ഞു വിമർശിച്ച നമ്മളെന്ത് പറയും? ഓനിപ്പോ ഇങ്ങനെ പറയാൻ നിൽക്കണ, ഓനിൽ എന്ത് ചെയ്തു എന്നാണ് എന്ന് ചോദിക്കൂ. അപ്പൊ ചെയ്താൽ എന്തില്ല, ഓൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഓനാണ് മൊത്തം നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതെങ്കിൽ പിന്നെ ഓൻ കുറച്ച് പറഞ്ഞാലും തെറ്റില്ല. ചില ആൾക്കാർ മക്കളെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മക്കൾ ചെയ്യുന്ന എല്ലാ നീതികേടും പൊറുക്കപ്പെടും. എന്തുണ്ടാവണോ? മക്കൾ നന്നായിട്ട് പൈസ ചെലവാക്കെങ്കിൽ പിന്നെ ആ മോൻ പറയണത് തന്നെയാണ് നീതി, ആ മോൻ പറയണതാണ് ന്യായം എന്ന് വരും. ഈ പൈസ എന്ന് പറയുന്നതിന് അങ്ങനത്തെ മാസ്മരിക ശക്തിയുള്ള ഒരു സാധനമാണ്. 4 മക്കളുണ്ട്, 4 എണ്ണത്തിൽ 1 കൊള്ളരുതാത്തവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നാണ്. ബാക്കി 3 എണ്ണം കൊള്ളാവുന്നവരാണ്. എന്താ കാരണം? നല്ല പൈസ ഉണ്ട് എന്ന് മാത്രമല്ല നമുക്ക് ഉപകാരം ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാ ഓൻ ആ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചെന്തല്ല വിഷയമല്ല. ഈ 4ാമത്തെ കൊള്ളരുതാത്തവനായത് ഒരു പക്ഷെ എന്തായിരിക്കും? അവിഹിത മാർഗത്തിൽ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചതിന്റെ പേരിലായിരിക്കും. പക്ഷെ നമുക്ക് ആരാണ് പ്രധാനമാവുക എന്ന് ചിന്തിച്ചാണ്.
അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു മാസ്മരിക സംഭവമുണ്ട്. പൊന്ന് അല്ലെ, പൊന്നിന് അങ്ങനെ ഒരു സാധനം, പൊന്നാണല്ലോ മുഖ്യമായ ഒരു സാധനം. അപ്പോ അള്ളാഹ് പറയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട കാലത്തും നേരത്തും പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ഭൂമി നിറച്ചും പൊന്നുമായിട്ട് വന്നിട്ടും കാര്യമില്ല കേട്ടോ. കുറച്ചല്ല, ഭൂമി നിറച്ചും പൊന്നുണ്ടോന്നാലും അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കില്ല. എന്നാലും ആ ഭൂമി നിറച്ചും പൊന്നുണ്ടെന്നെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. ഭൂമി നിറച്ചും പൊന്നുണ്ടായിട്ട് കാര്യമുണ്ടോ? നമുക്ക് വിശക്കുന്നു, നമ്മളൊരാൾ റൂമിൽ പൂട്ടിയിട്ടു, എന്നിട്ട് സ്വർണ്ണ ബിസ്ക്കറ്റ് തന്നു, തിന്നാൻ കഴിയോ? തിന്നാൻ കഴിയോ? ഒരു പവന് തന്നെ എത്ര വില? അപ്പോൾ അങ്ങനത്തത് 2 പെട്ടി നിറച്ചും സ്വർണ്ണ ബിസ്ക്കറ്റ് തിന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു വില? ശരിക്കും വലിയ ബിസ്ക്കറ്റ് ഫാക്ടറി തന്നെ തുടങ്ങാനുള്ള പൈസ അത് വിറ്റാൽ കിട്ടും. പക്ഷേ റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ നല്ലത് ആ 10 റുപ്യൻ്റെ പാർലേജി ബിസ്ക്കറ്റ് അല്ലേ? വിശക്കുമ്പോൾ ഇതിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കൊറോണ കാലത്ത് നമുക്ക് മനസ്സിലായില്ലേ, ബാങ്ക് ബാലൻസ് ഉപകാരപ്പെട്ടില്ല, പെട്ടിയിൽ വെച്ചത് ഉപകാരപ്പെട്ടില്ല, വാങ്ങണ്ടേ എന്തെങ്കിലും ഒരു മുതല്. അപ്പോൾ സമ്പത്ത് വളരെ പ്രസക്തമാകുന്നതോടൊപ്പം അത് ഭയങ്കര സംഭവമാകുന്നതോടൊപ്പം സമ്പത്തിന് വേറെ ഒരു വശമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിറച്ചും പൈസ ഉണ്ടായാലും അതെന്താവൂല, ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഉപകാരം ചിലപ്പോൾ അതിനോടുണ്ടാവില്ല. കാരണം പള്ള വയ്ക്കുമ്പോൾ നേന്ത്രപ്പഴമാണോ ഒരു ചാക്ക് പൊന്നു വേണോ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് തൽക്കാലം ഒരു തമാശക്കുള്ള പള്ള പൈപ്പാണെങ്കിൽ നമ്മൾ പൊന്നു മതി എന്ന് പറയും. ഇത് കാര്യത്തിൽ പൈക്കാൻ തുടങ്ങിയാൽ എന്താവും? പഴം മതിയാവും. അപ്പൊ നിങ്ങൾ ഒരു ഭൂമി നിറയെ പൊന്നും കൊണ്ടുവന്നാലും അള്ളാഹു അതൊന്നും പ്രായശ്ചിത്തമായി സ്വീകരിക്കുകയില്ല കേട്ടോ. നിങ്ങൾ നേരത്തിനും കാലത്തിനും എന്ത് ചെയ്യണം? അള്ളാഹുവെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് പശ്ചാത്തപിച്ച് ലൈന് മാറ്റി കൊടുക്കണം, റൂട്ട് മാറ്റണം, വണ്ടി മാറി കയറണം. അപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി എങ്ങോട്ടാണ്? ലലാലത്തിലേക്കാണെന്ന് മനസ്സിലായാൽ ഉടനെ ചങ്ങല പിടിക്കുക, വണ്ടി നിൽക്കുക. തീവണ്ടിയിൽ ചങ്ങല പിടിച്ചാൽ വണ്ടി നിൽക്കും. എന്നിട്ട് ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്കുള്ള വണ്ടിയിൽ കയറണം. നമ്മൾ പോണ വണ്ടി ലലാലത്തിലേക്കാണെങ്കിൽ അതിൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഹിദായത്തിലാക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വണ്ടി പോണത് ഷൊർണൂരിലേക്കാണ്, മംഗലാപുരത്താക്കണേ അല്ലാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് അള്ള പറയുന്നത്. എന്ത് ചെയ്യണം? അടുത്ത സ്റ്റോപ്പിൽ ഫറോക്കിൽ എത്തുമ്പോൾ നിർത്തുക, ഇറങ്ങുക, കുറച്ച് ഞങ്ങോട്ടൊരു വണ്ടി വരും, അതിൻ്റെ അകത്ത് കയറാം, എന്നിട്ട് തോർക്കുക മംഗലാപുരത്താക്കണേ അല്ല. കാരണം അഥവാ അത് കല്ലായിൽ നിന്നു പോയാലോ, അങ്ങനെ നിന്നുകൊണ്ടിരിക്കാനാണ് തോർക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദ്വാ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ശരിയായ ദിശയിലേക്കുള്ള വണ്ടി കയറിയതിന് ശേഷം പിന്നെ തടസ്സമില്ലാണ്ടിരിക്കാനാണ് ആ പ്രാർത്ഥന. അല്ലാണ്ട് ദിശ മാറി കയറിയിട്ട് തോർന്നിട്ട് കാര്യമില്ല. പടച്ചോനെ, ഞാൻ പറയുന്നത് എന്താണ്, എനിക്കും കേൾക്കണം, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണേ എന്നാണ് സാധാരണ നിലക്ക് ഞാൻ മെല്ലെ പ്രാർത്ഥിക്കല്, പുറക്ക പ്രാർത്ഥിച്ചു. ആ പാസ് മാർക്ക് ഉണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടും. ഒരാൾക്ക് സ്വന്തം നിലക്ക് പാസ് മാർക്ക് ഉണ്ടെങ്കിൽ അയാളുടെ ദർജ വർദ്ധിക്കാനും അയാൾക്ക് കൂടുതലായിട്ട് പദവികൾ കിട്ടാനും അത് ഉപകാരപ്പെടും. അതോ പാസ് മാർക്ക് അതെ, അരി കൊടുക്കുന്നതിനൊക്കെ, അരി എന്നുള്ളതല്ല, ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ സുന്നത്തിൽ മാതൃകയുണ്ട്. അയാൾക്ക് കിട്ടും. അയാൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പണ്ടില്ലേ SLC പരീക്ഷയ്ക്ക് മോഡറേഷൻ, ആ മോഡറേഷൻ ആർക്കാ കിട്ടുക? പരീക്ഷ തന്നെ എഴുതാത്തവന് കിട്ടുമോ? ഇല്ല. ഒരു നിർണിത മാർക്കുള്ളവന് എന്ത് ചെയ്യും? പിന്നെ കൊടുക്കുകയാണ്. ഇതുപോലെ ഈമാൻ കൊണ്ടും സ്വാലിഹായ അമല് കൊണ്ടും അള്ളാന്റെ കോടതിയിൽ വിജയിക്കാൻ മാത്രം മാർക്കുള്ള ഒരാളാണെങ്കിൽ അയാളുടെ മക്കൾ ഖുർആൻ ഓതി അയാൾക്ക് കൂലിയിട്ടു. മക്കൾ ഖുർആൻ ഹദീസിൽ, സ്വയായ ഹദീസിൽ വന്നിരിക്കുന്നു, മക്കൾ ഖുർആൻ ഓതിയാൽ
ഇയാൾ ഇങ്ങനെ ചോദിക്കുന്നതാണ് സ്വർഗത്ത് നിന്ന്, എന്താ ഇന്നലത്തേനെക്കാട്ടും മെച്ചമുള്ള സ്ഥലത്ത് ഞാൻ ഇന്ന് എത്തിയത്? അതെന്റെ മോനതോടെ അവിടെ ഇരുന്ന് ഖുർആൻ ഓതണ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടാ? പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? അവിടെ എത്തണം. അത് എത്താത്ത ഒരുത്തനെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യിക്കാൻ കഴിയില്ല. അരി കൊടുക്കുന്നത് മരണശേഷം, നമ്മുടെ നാട്ടിലാണ് അരി, മക്കത്ത് അരി ആയിരിക്കൂല കൊടുത്തത്. അതുപോലെ തന്നെ ജാരിയായ സദഖകൾ, ഭാര്യ മരിച്ചു, അവൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കിണർ വെച്ചു, ജാരിയായ സദഖകൾ, അതിന്റെ കൂലി ആർക്ക് കിട്ടും? ഭാര്യക്കും കിട്ടും, ഈ കുഴിച്ചെടുത്താക്കും കിട്ടും, അയാൾ നന്മ ചെയ്തു എന്നുള്ളത്. അതേപോലെ ഹജ്ജ് ഒക്കെ കടമുള്ള മാതാപിതാക്കളാണെങ്കിൽ മക്കള് ഹജ്ജ് ചെയ്യുമല്ലോ. മക്കൾക്ക് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യും, അതിന്റെ കൂലി അവർക്ക് കിട്ടും. അത് കിട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ തണ്ടി നടന്നിട്ട് മരിച്ചു വരുത്താനല്ല കിട്ടുക. ഹജ്ജിന് പോകാൻ നല്ല പൂതി ഉണ്ടായിട്ടും സംഗതി വശാൽ സാധ്യമാകാതെ വന്നു. ഇപ്പൊ തന്നെ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 42,000 ആൾക്ക് മുടങ്ങി. ആ മുടങ്ങിയ ആളിൽ എത്ര ആൾ മരിച്ചുപോയില്ലേ? അപ്പോൾ ഒരു പോകാൻ പൂതി വെച്ചു, അപേക്ഷിച്ചു, പൈസ വരെ റെഡിയാക്കി, പക്ഷെ പോകാൻ കഴിഞ്ഞില്ല. ഈ ഹജ്ജാകുമ്പോളെ പോലും മരിച്ചുപോയി. അപ്പോലെ മക്കൾ എന്ത് ചെയ്യാം, അല്ലെ വേറെ ഉള്ള ആരെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അവർക്ക് ആ പ്രതിഫലം ഉണ്ടാവും. അതേസമയം ഹജ്ജ് എന്താ ഹജ്ജടോ, എന്താ വേറെ എന്തെങ്കിലും പണിക്ക് കൂടെ എന്ന് ചോദിക്കണ ഒരു നിഷേധിയായ ഒരാളാണെങ്കിൽ പിന്നെ മക്കളെ ചെയ്തുകൊണ്ട് ഓർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടാകും. ഓക്കെ, അപ്പൊ ഇത് മറ്റുള്ളവർ ചെയ്യുന്നതിനെ കുറിച്ചല്ല, സ്വന്തം തന്നെ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോ നിങ്ങളുടെ ഈ പറഞ്ഞ മുതൽ കൊണ്ടൊന്നും പ്രായശ്ചിത്തം ചെയ്തിട്ടും കാര്യമില്ല എന്ന് അല്ലാഹു പറയുന്നു. ഇനി വളരെ വളരെ നമ്മളുടെ മൊത്തം ജീവിതത്തെ ബാധിക്കാൻ പോണ ഒരായത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം കേട്ടിട്ടും ഉണ്ടാവും ഈ ആയത്ത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. എന്താർത്ഥം? ലൻ തനാലു, നിങ്ങൾ നേടുകയില്ല, അൽ ബിർ, പുണ്യം, പുണ്യം നേടുകയില്ല, ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂൻ, എന്തെങ്കിലും എന്നല്ല, നിങ്ങൾക്കുള്ള സമ്പത്ത് ചെലവഴിക്കുന്നത് വരെയെന്നോ നിങ്ങളുടെ മറ്റെന്തെങ്കിലും സ്വത്തുവകകൾ ചെലവഴിക്കുന്നത് വരെയെന്നോ ഒന്നും അല്ലട്ടോ. അതൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. വമാ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് മിൻ ഷൈഇൻ, ഒരു വസ്തുവിൽ നിന്ന്, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ബിഹി, അതിനെ കുറിച്ച് അലീം, നന്നായി അറിയുന്നവനാണ്. നാട്ടുകാർക്ക് അറിയില്ല, നാട്ടുകാർക്ക് അറിയോ? നിങ്ങൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ നാട്ടുകാർക്ക് അറിയില്ല, പക്ഷെ അള്ളാഹുവിന് അറിയാം. എന്തറിയാം? ഈ കൊടുക്കുന്നത് ഓക്ക് വേണ്ടാത്തതല്ല, വേണ്ടിയതാണ്, ഇഷ്ടപ്പെട്ടതാണ്, ഇത്രയും കാലം കിട്ടണമെന്ന് വിചാരിച്ച് കൊതിച്ച് നിന്നിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അള്ളാന്റെ കൂലി ഉദ്ദേശിച്ച് ഒരാൾക്ക് കൊടുക്കണമെന്ന് ആർക്കറിയാം? അള്ളാഹ്. അതേപോലെ ഇനി മോശമാണെങ്കിലും അത് അള്ളാഹ്ക്കറിയാം. നമ്മൾ വിചാരിക്കും, ഓ ഇത്ര നല്ലൊരു സാധനം എനിക്ക് തന്നു, എന്താ വന്ന് തന്നതെന്നുള്ളത് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അപ്പോൾ നിങ്ങൾ പുണ്യം നേടുകയില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മൊത്തം എന്ന് പറഞ്ഞില്ല കേട്ടോ. ഇവിടെ മിമ്മാ തുഹിബ്ബൂൻ എന്നാണ് പറഞ്ഞത്. ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുകയില്ല എന്നാണ്. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ പിന്നെ അവിടെ ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാല്, ഞങ്ങള് ഈ ജൂതന്മാരായതുകൊണ്ട് തന്നെ രക്ഷപ്പെടും എന്ന് പറഞ്ഞ ആൾക്കാര്, ഇസ്രായേലിൽ പെട്ടാൽ തന്നെ ഞങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ ആൾക്കാര്,
ഞങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് പുണ്യം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ പുണ്യം നേടാനൊന്നും പോണില്ല, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യസന്ധമാണെങ്കിൽ അത് നിങ്ങളുടെ ചെലവഴിക്കൽ കൊണ്ട് തെളിയിക്കപ്പെടണം. പക്ഷെ ഈ ചെലവഴിക്കുന്നത് എന്തായിരിക്കണം? നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കണം. നമുക്ക് വേണ്ടാത്തത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത് ഏത് ജന്തുവിനും കഴിയുന്ന കാര്യമാണ്. ഏത് ജന്തുവിനും കഴിയുന്ന കാര്യം. നിങ്ങളൊരു കോഴിക്ക് എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ മറ്റുള്ളവരൊന്നും പരിഗണിക്കാണ്ട് കൊത്തിപ്പറിച്ച് തിന്നു, അതിന് മതിയായാലോ അതടുത്ത് പോവും, അത് തിന്നൂല. എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് വേറുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കും കഴിയുന്ന ഒരു കാര്യമാണ്, ഏത് നായ്ക്കും കഴിയുന്ന കാര്യമാണ്. അതേസമയം പുണ്യവാന്മാരായ ആൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമുണ്ട്, അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുക. നിങ്ങൾ നന്നായി ആലോചിച്ച് നോക്കൂടെ എന്തായി പറയണത്. ചില ആൾക്കാരുടെ അടുത്ത് ചോറുന്നാലിരുന്നാല് അതെടുത്ത് നമുക്ക് തരും, മറ്റേത് എന്ന് വെച്ചാൽ ഇയാൾക്ക് കൊളസ്ട്രോൾ കൊണ്ട് ഇത് പറ്റൂല, ഷുഗർ ആയതുകൊണ്ട് മറ്റേത് പറ്റൂല, പ്രഷർ ഉള്ളതുകൊണ്ട് ഇതും പറ്റൂല. ആകെ മൊത്തം നമുക്ക് തന്നത് മുഴുവൻ എന്താണ്, മൂപ്പർക്ക് പറ്റാത്തതാണ്. അത് വേസ്റ്റ് ആക്കണ്ടെന്നുള്ള നിലക്ക് നമുക്ക് തരണ്ടെന്നല്ല പറഞ്ഞത്, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അതൊന്നും ഒരു പുണ്യപ്രവർത്തനമല്ല. പുണ്യപ്രവർത്തനം എന്താന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട നടുക്കണ്ട കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ മുകളിൽ നിർത്തിട്ട് നമുക്ക് തരാൻ പറ്റാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് നിങ്ങൾ കാര്യമായിട്ട് കൊടുക്കലെന്നും ഒക്കെ എങ്കിലും ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മതി. ഒരേന്ന് ആണെങ്കിലും അയൽവക്കത്തുള്ളവർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും പള്ളിക്ക് കൊടുക്കുകയാണെങ്കിലും ഒക്കെ എന്താ കൊടുക്കലെന്ന് ആലോചിച്ചാൽ. ചില ആൾക്കാർ പള്ളി കമ്മിറ്റിന്റെ പിന്നാലെ നടക്കും, ആ നാളെ ആവശ്യം വരുന്ന ഭൂമിയാണ്, ഉഷാറാണ്. എന്താ വെച്ചാൽ മൂപ്പര ഒരു ഭൂമി അവിടെ വിൽക്കാനുണ്ടാവും. അതുകൊണ്ട് കമ്മിറ്റി ആകുമ്പോൾ കുറച്ച് പൈസ അധികം വാങ്ങിക്കാലോ, ആരും ചോദിക്കാനും പറയാനില്ല എന്നുള്ളത്. ഇവിടുത്തെ കമ്മിറ്റിനെ പറ്റി ഒന്നല്ല കേട്ടോ അതൊന്നും പറയുന്നത്, നാട്ടിലെ മൊത്തം സംഗതികൾ പറയാണ്. ഇവിടെ നമ്മളൊരു മാതൃകാ മഹലിലുള്ള ആളുകളാണ്. അതേപോലെ ചില ആൾക്കാർ നമ്മളെ പിന്നാലെ നടക്കും, നല്ലൊരു വണ്ടിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് നല്ല ഉഷാറ് വണ്ടിയാണ്, ഭയങ്കര സംഭവമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ജാതി ഒന്ന് ഒഴിവാക്കേണ്ടി വരും. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തോട്ടം ഉണ്ടായിരുന്നു. എന്താ അതിന്റെ പേര്? ബൈറുഹ തോട്ടമാണ്. ഇന്ന് ജലീൽക്കാണ് മൊത്തത്തിൽ സ്കോർ ചെയ്യുന്നത്. അതേ സമയത്ത് മൊത്തം അല്ലേ, നിങ്ങൾ ഓരോരുത്തർ ഖുർആൻ ഓതാൻ അതിനെ ഏൽപ്പിച്ച് ഉത്തരം പറയാൻ ജലീൽക്കാൻ മുന്നോട്ട് ഗ്രേഡ് കൂടി വന്നാണ്. ജലീൽക്കാ ഗ്രേഡ് കൊടുക്കുന്നത് കുഴപ്പമില്ല, നിങ്ങൾ ഓരോ പിടിച്ച് വില്ലലാക്കാണ്ടത്. അവ എന്താ കാര്യം എന്ന് വെച്ചാൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന ബൈറുഹ തോട്ടം. നിങ്ങൾ മദീനത്ത് പോയ ആൾക്കാരൊന്ന് കൈവന്തിക്കും, മദീനത്ത് പോയവര് മാഷാ അല്ലാഹ്. എന്താ മാസമൊക്കെ വൈദ്യ വയ്ക്കലിട്ട് പോയി വല്ല പോവാൻ പൂതിയുള്ളവരൊന്ന് കൈവന്തിക്കും, പോവാൻ പൂതിയുള്ളവർ. ഓക്കെ. അല്ല പോയവരല്ല, തീരെ പോവാണ്ട് പോകാൻ പൂതിയുള്ളവർ, തീരെ പോവാണ്ട് പോകാൻ പൂതിയുള്ളവർ. ഓക്കെ. പുതിയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അതിനുള്ള പണിയെടുക്കണം. അപ്പൊ അവിടെ പിന്നെ ഈ ബൈറുഹ തോട്ടം നിന്ന സ്ഥലം കൂടി ഇപ്പോ പള്ളിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയാൽ ഇവിടെ ബൈറുഹ തോട്ടമായിരുന്നു നിങ്ങൾ വരി, അങ്ങനെ ഒന്നാരും പറഞ്ഞില്ല. അറിയുന്ന ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ കാണിച്ചൊരുന്ന സ്ഥലത്താണ്. അതിന് ചെറിയ അടയാളങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചതുണ്ട്. അപ്പോ ഇത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു തോട്ടമായിരുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലത്, തോട്ടങ്ങൾ കുറെ ഉണ്ടെങ്കിലും ചിലതിനോടൊരു പ്രത്യേക ഇഷ്ടം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ തോട്ടം ദീനിന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്. അത് ആ പറയണത് മനസ്സിലാവണമെങ്കിൽ ആ തോട്ടത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം മനസ്സിലായാലേ നമുക്കത് മനസ്സിലാവും. ഇത് ഞാൻ അങ്ങോട്ട് കൊടുക്കുക. അപ്പോ ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്, അതിലൊരു 10 സെന്റ് സ്ഥലം പള്ളിക്ക് കൊടുത്താല്
അവിടെ പള്ളി വരും. അപ്പൊ പള്ളി വന്നാൽ അതിന്റെ ചുറ്റുപാടും എന്താവും? കടകളൊക്കെ വരും. പള്ളിയും കടകളൊക്കെ വന്നാൽ ബാക്കിയുള്ള വിജനമായി കിടക്കുന്ന ഈ സ്ഥലത്തിന് വില കൂടും. അതുകൊണ്ട് നിങ്ങൾ ആ 10 സെന്റിൽ പള്ളി ഉണ്ടായിക്കോളി എന്ന് പറയുന്നൊരു മനസ്സുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ബാക്കി സ്ഥലത്തിനും കൂടി വില കിട്ടാൻ വേണ്ടിയിട്ടുള്ള മനസ്സാണ്. ബസ് സ്റ്റാൻഡ് കൊടുക്കണ എത്രയോ ആൾക്കാരുണ്ട്. ഓ, എന്തൊരു നല്ല മനുഷ്യനാണ്. കാരണം ബസ് തിരിക്കാനും കൂടി സ്ഥലമില്ലാത്തവർക്ക് ബസ് സ്റ്റാൻഡ് വന്നാൽ എന്താവും? ആരും കാണാത്ത ശ്രദ്ധിക്കാത്ത ഈ മൂലയിൽ കിടക്കുന്ന സ്ഥലം എന്താവും? അതൊക്കെ പിന്നെ ബിസിനസ്സാണ് കേട്ടോ, അതിലൊന്നും വേറെ സംഗതിയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് അൽഹംദുലില്ലാ അത്രയെങ്കിലും നല്ല കക്കോടിക്ക് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മതി. അപ്പോ എല്ലാ ബസ്സും എന്ത് ചെയ്യുന്നു? ആ റൂട്ടിന് പോകുന്നു. അദ്ദേഹത്തിന്റെ പറമ്പിലൂടെ തിരിച്ചു വരുമ്പോൾ ആ പോണ വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ ഉള്ള സ്ഥലത്തിന് വില കൂടും. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന. അപ്പൊ പലതിനു വേണ്ടി ആളുകൾ പലതും കൊടുക്കുന്നത്. പക്ഷെ ഈ തോട്ടത്തിനോടുള്ള സ്നേഹം, അതിനോടുള്ള ഹുബ്ബ് മനസ്സിലാവുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക. അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും മേലാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ തൽഹ ഈ ഒരു കാര്യം ചെയ്യും, എൻ്റെ നിയ്യത്ത് അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കും. ഈ അതെൻ്റെ കുടുംബത്തിന് കൊടുക്കുക, ഈ അതെൻ്റെ കുടുംബത്തിന് കൊടുക്കുക. ഇതും നേതാക്കന്മാർ പഠിക്കേണ്ട കാര്യം കേട്ടോ. നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഇവനെ നല്ലോണം നമുക്ക് കിട്ടുന്ന ഇങ്ങോട്ട് അങ്ങനൊന്നല്ല. ചില ആളുകളോട് ചിലത് അങ്ങോട്ടും പറയണം, ഇത് നിങ്ങളാടെ ഇന്ന ആവശ്യത്തിനെടുത്തോ, നിങ്ങളെ മക്കൾക്ക് കൊടുത്തോ, അല്ലെ അങ്ങനെയും പറയാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് അത് വഖഫ് ചെയ്യുന്നത്, ബൈറുഹാവത്തോ. അപ്പൊ അങ്ങനെ ആണ്. അപ്പൊ നിയ്യത്തിൽ എന്തായി? ആ തോട്ടം വരികയും ചെയ്തു, എന്നാൽ അത് കുടുംബത്തിന് കിട്ടിച്ചു. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, മർജാന എന്നുള്ള പേര്. അപ്പൊ അവരെ ഏറ്റവും ഇഷ്ടമായിരുന്നു ഒരു ഉണ്ടാവില്ല, നമ്മളെ പണിക്കാരുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടാവും. അയാൾക്ക് വേറെ ആൾ ശമ്പളം കൊടുക്കാതെ നമ്മൾ അതിനെക്കാട് ശമ്പളം കൊടുത്തപ്പോൾ തന്നെ നിർത്തുമല്ലോ. ഇബ്നു ഉമർ ഇവരെ അങ്ങ് സ്വതന്ത്രരാക്കി. കാരണം ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അവരെ സ്വതന്ത്രയാക്കിക്കൊണ്ടാണ് അങ്ങനെ ബിർറ് എന്ന് പറയുന്ന ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് ഇതുമായിട്ടുള്ള അനുഭവങ്ങൾ കാണാൻ പറ്റും. ബിർറ് എന്ന് പറയുന്നത്, പുണ്യം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെന്ത് വേണം ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടകരമായത് എന്താണോ അത് കൊടുക്കണം. ഇനി നമ്മൾ പഠിച്ച 2-ാം അധ്യായം നമ്മൾ പഠിച്ചതാണ്. ഏതാ 2-ാമത്തെ അധ്യായം? അൽ-ബഖറ. അൽ-ബഖറയിലെ 177-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം. അപ്പൊ ബിർറ് എന്താണ് എന്ന് ഖുർആനിൽ വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പുണ്യം? അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും നബിമാരിലും വിശ്വസിക്കുക, സമ്പത്തിനോട് ഏറെ പ്രിയമുണ്ടായിരിക്കെ, കേട്ടോ, സമ്പത്തിനോട് ഏറെ പ്രിയമുണ്ടായിരിക്കെ അത് അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും ഒക്കെ നൽകുക. ഇതാണ് പുണ്യം. ഇങ്ങോട്ടോ തിരിഞ്ഞോ, അങ്ങോട്ട് തിരിഞ്ഞോ, അങ്ങോട്ട് തിരിഞ്ഞോ എന്നുള്ളതല്ല പുണ്യം. പുണ്യം ഇതാണ്: നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, കരാറിൽ ഏർപ്പെട്ടാൽ അവ പാലിക്കുക, പ്രതിസന്ധികളിലും വിപൽ ഘട്ടങ്ങളിലും
യുദ്ധവേളകളിലും സബറുള്ളവരാവുക. ഇങ്ങനെ ചെയ്യുന്നവരാണ് പുണ്യവാന്മാർ, അവരാണ് സത്യം പാലിച്ചവർ, അവരാണ് സൂക്ഷ്മത പുലർത്തുന്നവർ എന്ന്. പിന്നെ അതേ അധ്യായത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, നമ്മൾ പഠിച്ചതാണ്, 189 ആയത്തിൽ പറഞ്ഞു, 188, 189 എന്താണ്? വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. എന്താണ്? നിങ്ങൾ വീടുകളുടെ പിൻഭാഗത്തൂടെ പ്രവേശിക്കുന്നതിൽ പുണ്യമൊന്നുമില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് യഥാർത്ഥത്തിലുള്ള ബിർറ്. അതിനാൽ വീടുകളുടെ മുൻവാതിലൂടെ തന്നെ പ്രവേശിച്ചോളൂ. അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കും. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചില പരിപാടികൾ, ചില വിക്രസൊപ്പിച്ചാലൊന്നും കിട്ടുന്നതല്ല എന്ത്? പുണ്യം. പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ നിലപാട് കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും നമ്മുടെ സദഖ കൊണ്ടും ദീനി മാർഗത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നതിലൂടെയും കിട്ടുന്നതാണ് എന്നാണ് ഈ ഖുർആൻ ആയത്ത് നമുക്ക് പഠിപ്പിച്ചത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഇതിന്റെ അർത്ഥം എഴുതി ഒരേൽ തൂക്കിയിടേണ്ടതാണ്. നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഓർമ്മ ഒരു സാധനം. കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? നല്ലത് കൊടുക്കും. നമ്മൾ കൊടുക്കണോണ്ട് ചില ആൾക്കാർക്ക് നല്ലത് കിട്ടാനുള്ള ചാൻസ് തന്നെ മുടങ്ങിപ്പോകും. അത് ദുൽമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു മനുഷ്യന് വേറെ ഒരാള് എന്തോ ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് നമ്മൾ ഒഴിവാക്കിയ ഒരു സാധനം ഒന്ന് കൊണ്ടു കൊടുക്കുന്നത്. അതോട് കൂടിയിട്ട് മറ്റേ ആൾ വാങ്ങിക്കൊടുക്കുകയില്ല, ഇയാൾക്ക് ഈ പഞ്ചറായ സാധനമാണ് കിട്ടുകയും ചെയ്യും. അതിനെന്താ പറയാ? അതിന് ദുൽമ എന്നാണ് പറയുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ളത്, നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടത്, ഈ പെരുന്നാളിനൊക്കെ 2 ഷാള് കിട്ടി, അതിൽ ഒന്ന് മരോക്ക് കൊടുക്കുകയാണ്. ഏതാ നിങ്ങൾ കൊടുക്കുക? മരോ കൊടുക്കുമ്പോൾ നല്ല കൊടുക്കും. മൂക്ക് കൊടുക്കുമ്പോഴോ? മൂക്ക് ഏതായാലും നല്ലതാ കൊടുക്കുക അല്ലേ? നിങ്ങൾ മൊത്തത്തിൽ നല്ലത് കൊടുക്കുന്ന ആളായതുകൊണ്ട് തോന്നുക. അപ്പോ ചെറിയ കാര്യം ആയിക്കോട്ടെ വലിയ കാര്യം ആയിക്കോട്ടെ, കൊടുക്കണത് എന്ത് ചെയ്യാ? എത്രത്തോളം എന്ന് വെച്ചാൽ 500 റുപ്യാണ് കൊടുക്കാൻ വിചാരിച്ചത് എങ്കിൽ പോലും അതിൻ്റെ അകത്ത് മോശപ്പെട്ടത് കൊടുക്കണവരുണ്ട്. സംഗതി രണ്ടിനും ഒരേ വിലയാണെങ്കിൽ പോലും ഒന്ന് ചുളിഞ്ഞ നോട്ടും ഒന്ന് നല്ല നോട്ടും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോശം നോട്ടെടുത്ത് കൊടുക്കുന്ന, കാരണം മറ്റേത് നമുക്ക് സൂക്ഷിക്കാനുള്ള എന്നുള്ള ന്യായമൊക്കെ ഉണ്ടാവും. പക്ഷെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരമായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഏറ്റവും പ്രിയപ്പെട്ട മകനെ ബലിയെറുക്കാൻ തയ്യാറായി ഇസ്മായിൽ അലൈഹി ഇസ്ലാം. അതാണ് ആ ബലിയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചില നിയമങ്ങളും കാര്യങ്ങളുമാണ് അടുത്ത ആയത്തുകളിലൊക്കെ വരുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചെറുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്നും വീട്ടിൽ തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്നും മരണസമയത്തെയും ഖബറിലെയും നരകത്തിൻ്റെയും അദാബുകളിൽ നിന്നുമൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.